അവസാനം മേയർക്ക് മുന്നിൽ പത്തി മടക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കോർപ്പറേഷൻ വാങ്ങി ഇലക്ട്രിക് ബസ്സുകൾ കേരളമാകെ ഓടിക്കേണ്ട. ബി.ജെ.പി. മേയർ വി രാജേഷിനു മുന്നിൽ ഒടുവിൽ വഴങ്ങി സംസ്ഥാന സർക്കാർ. 113 ബസ്സും 24 മണിക്കൂറിനുള്ളിൽ തിരികെ നൽകും. അവരങ്ങ് നടത്തട്ടെ എന്നും 150 എണ്ണം പുതിയത് ഞങ്ങൾ വാങ്ങിക്കുമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. മാത്രമല്ല, തലസ്ഥാനത്തെ മലിനീകരണം കുറയ്ക്കാൻ കോർപ്പറേഷൻ വാങ്ങിയ 113 ബസ്സുകളും കേരളമാകെ ഓടാൻ വിട്ടത് കുട്ടി മേയറാണ്. കഴിവും കരുത്തുമുള്ള പുതിയ മേയർ വന്നപ്പോൾ എല്ലാ ബസ്സുകളും തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. തലസ്ഥാനത്തിന് ഇലക്ട്രിക് ബസ്സുകളുടെ കാലമാണെന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ബി.ജെ.പിയുടെ വരവോടെ തലസ്ഥാനത്ത് അതിശയകരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ തുടക്കത്തിനാണ് ഇപ്പോൾ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരുവനന്തപുരം മേയർ വി രാജേഷിന് മറുപടിയായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ ബസ്സുകൾ വാങ്ങിയത് കേന്ദ്ര പദ്ധതിയിൽ ആണെന്ന് പറയാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ KSRTCക്ക് നൽകിയ ഈ ബസ്സുകൾ നഗരത്തിന് പുറത്തും ഓടുന്നുണ്ടെന്നായിരുന്നു മേയറുടെ ആരോപണം. ഈ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കുമെന്നും രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് മറ്റ് സ്ഥലങ്ങളിൽ ബസ് ഓടിക്കുന്നതെന്നും മേയർ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിലുള്ള ബസ്സുകൾ 113 ആണ്. ഈ ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷന്റേതാണെന്ന് പറയാൻ പറ്റില്ല. പദ്ധതി കേന്ദ്രത്തിന്റെയുമല്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കേന്ദ്ര വിഹിതം 500 കോടിയാണ്. സംസ്ഥാനത്തിന്റെ വിഹിതവും 500 കോടി രൂപയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് വകയായി 135.7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഹിതവും സംസ്ഥാന ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ആ പദ്ധതിയിലെ ഏകദേശം 60% പണവും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 ബസ്സുകൾ. 113 ബസ്സുകൾ അല്ലാതെ 50 എണ്ണം KSRTC വാങ്ങിയിട്ടുണ്ട്. അതിൽ കോർപ്പറേഷന് ഇടപെടാൻ കഴിയില്ല. ഗവൺമെന്റ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ, സ്വിഫ്റ്റ് ഇവർ തമ്മിലാണ് കരാറുള്ളത്. ഈ വണ്ടികളുടെ അറ്റകുറ്റപ്പണികൾ എല്ലാം നോക്കുന്നത് KSRTC ആണ്. ഇതിന്റെ ഡ്രൈവർ, കണ്ടക്ടർ എല്ലാം KSRTCയിൽ നിന്നാണ്. തിരുവനന്തപുരത്തിന് പുറത്ത് ഈ ബസ്സുകൾ ഓടുന്നില്ല. വേറൊരു ജില്ലയിലും ഓടുന്നില്ല. സങ്കീർണമായ മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ടാണ് മറ്റൊരു ജില്ലയിൽ നിലവിൽ ഓടിക്കാത്തത്. ബാറ്ററി നശിച്ചാൽ മാറ്റിവെക്കാൻ 28 ലക്ഷം രൂപ വേണം. തിരുവനന്തപുരം മേയർ 113 ബസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചയക്കും. ഒരു കത്ത് കൊടുത്താൽ മാത്രം മതി. പകരം 150 ബസ് KSRTC സിറ്റിയിൽ ഇറക്കും. കോർപ്പറേഷന് വണ്ടികൾ കൊടുത്താൽ പിന്നെ അത് KSRTCയുടെ സ്ഥലത്ത് ഇടാൻ സമ്മതിക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. മേയറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.